ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ മന്തി റെസിപ്പി ആയിട്ടാണ്. ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് 1.5 കിലോ ചിക്കൻ ഉണ്ട്, അത് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുരുമുളക്, ചെറിയ ജീരകം ഒന്ന് ചതച്ചെടുത്തതാണ്. ഇത് ഒരു 2 ടേബിൾ സ്പൂൺ. മുളക് പൊടി 1 ടേബിൾ സ്പൂൺ. പുതിന, മല്ലിച്ചപ്പ് ചെറുതായി അരിഞ്ഞതാണ്. മല്ലിച്ചപ്പ് 2 ടേബിൾ സ്പൂൺ, പുതിന 1 ടേബിൾ സ്പൂൺ. ഇത് ഓപ്ഷണലാണ്, യൂസ് ചെയ്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇത് ആഡ് ചെയ്താൽ നല്ല അടിപൊളിയായിട്ടുണ്ടാവും. ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇത് ഓപ്ഷണലാണ്, ക്യാപ്സിക്കം നല്ല ടേസ്റ്റാണ്. ഒരു കുഞ്ഞു ക്യാപ്സിക്കം കുഞ്ഞായിട്ട് അരിഞ്ഞത്, ചെറിയ പീസ്. പിന്നെ ആവശ്യത്തിന് സോൾട്ട് വേണം. പിന്നെ കളർ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയാണ്. നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇതിലേക്ക് ഒരു ബൗള് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യണം. ഇത്രയും വേണം. എന്നിട്ട് ഒന്നുകൂടെ മിക്സാക്കി ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മന്തി മസാല, 1 ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇത് ചിക്കൻ സ്റ്റോക്കും മന്തി മസാല ഇട്ടിട്ട് 15 മിനിറ്റ് കൂടി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളതാണ്. 15 മിനിറ്റ് കഴിഞ്ഞതാണ്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഗ്യാസ് ഓൺ ചെയ്ത് നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി നമുക്ക് റൈസ് വേവിച്ചെടുക്കണം. അതിന് ഒരു പാത്രത്തിൽ വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് പട്ട ഒരു ചെറിയ 2 പീസ്, ഏലക്ക ഒരു 4-5 എണ്ണം, ഗ്രാമ്പ് ഒരു 4 എണ്ണം, 4-5 എണ്ണം, ഒരു ഉണക്കനാരങ്ങ ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കുക. റൈസിന് ആവശ്യമായ ഉപ്പ് ചേർക്കാം. ഇവിടെ നമ്മൾ ചിക്കൻ വെച്ചിരുന്നു. ഇത് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് ഈ വെള്ളമൊക്കെ വറ്റണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് നമ്മൾ 3/4 മണിക്കൂറോളം സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള മന്തി റൈസാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ പകരം ബസ്മതി റൈസും യൂസ് ചെയ്യാം. ഈ വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. അരി ഇട്ടു. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചോറിവിടെ വെന്തിട്ടുണ്ട്. ഗ്യാസ് ഓഫാക്കി ഒരു 3/4 വേവ് മതിയാവും. ഒന്നാമതിന് നമുക്ക് ഊറ്റാം. അപ്പോൾ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ദം ചെയ്യാം. അപ്പോൾ നമുക്ക് ദം ചെയ്യാം. ചിക്കനൊക്കെ വെച്ചിട്ടുണ്ട്. ഈ റൈസ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. പകുതി ചോറ് ഇങ്ങനെ ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്യാം. ഓപ്ഷണലാണ് കേട്ടോ, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയാണ്.
ബാക്കിയുള്ള റൈസും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ റൈസും ഇട്ടിട്ടുണ്ട്. കുറച്ചുകൂടെ കളർ ആഡ് ചെയ്ത് കൊടുക്കാം. യെല്ലോ ഫുഡ് കളർ കൂടി ആഡ് ചെയ്യാണ്. ഇനി ഇതിലേക്ക് പച്ചമുളക് ഇങ്ങനെ നടുവ് കുറച്ച് കീറിയിട്ട് ഇങ്ങനെ കുഴിച്ച് വെച്ച് കൊടുക്കണം. അഞ്ചാറെണ്ണൊക്കെ മതിയാവും. അതിലേക്ക് നമുക്ക് ഒരു പുക കൊടുക്കണം. പുക വരുന്നുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ച് 10 മിനിറ്റ് ദം ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 10 മിനിറ്റ് ദം ചെയ്തെടുക്കാം. അപ്പോൾ ദമ്മായിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇനി നമുക്ക് തട്ടിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മന്തി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.